നമസ്കാരം. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എത്തുന്ന സാധാരണക്കാരിൽ അധികവും നിർധനരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അവർ സർക്കാർ ആശുപത്രിയിൽ എത്തില്ല, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ. രോഗികളും ബന്ധുക്കളുമെല്ലാം അവിടെ ഭക്ഷണത്തിനും മരുന്നിനുമെല്ലാം വളരെ ബുദ്ധിമുട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ സഹായം തങ്ങൾക്ക് കഴിയും വിധത്തിൽ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ നൽകുമ്പോൾ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അടക്കം അതിനെ പ്രശ്നമാക്കുന്നത് കണ്ടാൽ സാധാരണക്കാരൻ ദേഷ്യം തോന്നാതിരിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇത് ജനസേവനമല്ല, ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ തടയലും ഒന്നും. ഇത് വെറും രാഷ്ട്രീയ പ്രതികാര നാടകമാണ്. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന് അടിഞ്ഞു കിടക്കുമ്പോൾ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ സഹായത്തെ രാഷ്ട്രീയ കണ്ണുകളോടെ മാത്രം നോക്കുന്നത് അതിദയനീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം തടയുന്ന ഒരു നടപടി ജനങ്ങളുടെ ദുരിതം കൂട്ടുന്നതിന് മാത്രം ഉപകരിക്കുമെന്ന് ഇവർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇടതുപക്ഷം അതിനെതിരെ ഇപ്പോൾ ഉയർത്തുന്ന ആരോപണങ്ങൾ പക്ഷെ അനവസരത്തിലാണ്. അത് കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് എന്നത് ശരിയുമാണ്. അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആര് നടത്തിയാലും അങ്ങനെ നടത്തുന്ന സംഘടനകൾ തങ്ങളുടെ ഐഡന്റിറ്റി അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. അവരുടെ സാന്നിധ്യം ജനങ്ങളെ അറിയിക്കാനാണ്, അല്ലെങ്കിൽ അവരവിടെ ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ ഐഡന്റിറ്റി അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ അടയാളപ്പെടുത്തുന്നത്. അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആരെങ്കിലും കൊടുക്കുന്നതാകണം. അതാകുമ്പോൾ വലതൈ കൊടുക്കുന്നത് ഇടതൈ അറിയണ്ട എന്ന രീതിയിൽ ഇവർ കൊടുത്തോളും. പക്ഷെ ഇതല്ല. ഞങ്ങൾ ഒരു സന്നദ്ധ സംഘടന, ഞങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ്? മാത്രമല്ല, അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ അത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയമോ മതമോ നോക്കിയിട്ട് സഹായം നിഷേധിക്കുന്നത് കേരള സമൂഹത്തിന്റെ മനോഭാവത്തിന് എതിരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വയനാട് ദുരന്ത കാലം നമുക്കറിയാമല്ലോ. വയനാട് ദുരന്ത കാലത്ത് നമ്മൾ കണ്ടത് ഈ ഒരു ഏകതയുടെ മഹത്തായ ഒരു ചിത്രമാണ്. ആ ദുരന്ത ഭൂമിയിൽ ഭക്ഷണം ഒരുക്കിയത് മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗമായിട്ടുള്ള വൈറ്റ് ഗാർഡാണ്. കാര്യം ഓരോരുത്തർക്കും ഓരോ മേഖലയാണ് കഴിയുക. അപ്പോൾ വൈറ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും. മറ്റ് സംഘടനകൾക്ക് ഒരുപക്ഷെ അത് സാധിക്കില്ല. അപ്പോൾ അവിടെ ആവശ്യം ആർക്കാണ് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ അത് ചെയ്യും. അതുകൊണ്ട് അവിടെ വൈറ്റ് ഗാർഡ് ഭക്ഷണം ഒരുക്കി സേവാഭാരതിയും SDPIയും മറ്റുള്ളവരും എല്ലാം ഡിവൈഎഫ്ഐയും എല്ലാവരും തോളോട് തോൾ ചേർന്നിട്ട് അവിടെ പണിയെടുത്തു. അതല്ലേ നമ്മൾ കണ്ടത്. എല്ലാവരും ആ ഭക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചത്. ആ പന്തലിരുന്ന് അവിടെ സേവാഭാരതിക്കാർ വന്നിട്ട് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ വന്നിരുന്ന് കഴിക്കാൻ പാടില്ല, SDPIക്കാർ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? അവരവരുടെ കടമകൾ ചെയ്യുന്നു. ഞങ്ങൾ ഈ ദുരന്ത ഭൂമി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ ഐഡന്റിറ്റി അവിടെ വെച്ചു. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം ഒരുമിച്ച് ആ ദുരന്ത ഭൂമിയിൽ അവർ പണിയെടുത്തു. എന്നിട്ട് ഇന്ന് ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ കൊടുക്കുന്ന ആ സഹായം അത് തടയുന്നത് ഈ ഏകതയോടുള്ള വഞ്ചനയല്ലാതെ വേറെന്താണ്? അന്നത്തെ നമുക്കറിയാം, പിണറായി സർക്കാർ വൈറ്റ് ഗാർഡിന്റെ ദുരന്ത ഭൂമിയിലെ മഹത്തായ സേവനം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന പറാട്ട നാടകത്തിന്റെ പകരം വീട്ടിലായിട്ട് മാത്രമാണ് സത്യത്തിൽ ഈ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഈ ദാർഢ്യത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തുന്ന ആരോപണങ്ങൾ പറയാൻ അവർക്ക് യോഗ്യത ഇല്ലാത്തതാണ് എന്നത് ശരി തന്നെ. പക്ഷേ ജനങ്ങൾ ആശുപത്രിയിൽ ദുരിതം അനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന കൈകളെ രാഷ്ട്രീയ ആയുധമാക്കി ആക്രമിക്കുന്നത് ജനവിരുദ്ധമാണ്. അത് 4 വട്ടം പറയേണ്ടി വരും. ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെതിരെ പ്രശ്നം ഉയർത്തുന്നത് ഒരു പ്രതികാര നടപടിയായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. നിലവിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഈ എല്ലാ സംഘടനകൾക്കും, ഡിവൈഎഫ്ഐ അതുപോലെ SFI ആരും ആയിക്കോട്ടെ, ഇവരെല്ലാം അത് UDFന്റെയും LDFന്റെയും BJPയുടെയും ഒക്കെ എല്ലാ സന്നദ്ധ സംഘടനകൾക്കും കൂടി ഒരു ഏകോപിത പ്ലാറ്റ്ഫോം അതിനകത്ത് ഒരുക്കണം. അവർക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കും. അതിന് ബുദ്ധിമുട്ടുണ്ടോ? ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ആ ഒരു ഏകോപന സമിതി രൂപീകരിക്കായിരുന്നു ശരിയായ ഒരു പാത എന്ന് പറയുന്നത്. പകരം അവർ തെരഞ്ഞെടുത്തത് നിരോധനമാണ്, അല്ലെങ്കിൽ ആരോപണമാണ്. ഇതൊരു ചീപ്പ് രാഷ്ട്രീയ ഇടപെടലാണെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങള് സാധാരണഗതിയിൽ രാഷ്ട്രീയ ഭിന്നതകൾ ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കലർത്താറില്ല, ആ രീതിയിൽ പെരുമാറാറില്ല. ദുരിതാശ്വാസത്തിന്റെ നേരത്ത് അവർ മനുഷ്യത്വത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. നമ്മൾ വയനാട്ടിലും അതേപോലെ കേരളത്തിന്റെ പ്രളയകാലത്തുമൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് അനവസരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അത് എവിടെയായാലും എപ്പോഴായാലും അത് മലീമസമാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ അതൊരു വസ്തുതയാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്, അതുപോലെ തന്നെ അവരെല്ലാം മനസ്സിലാക്കുന്നുമുണ്ട്. അത് ഓർക്കുന്നത് നന്നാവും. ആരോഗ്യമന്ത്രിയുടെ നടപടി, കെ മുരളീധരന്റെ നടപടി എന്ന് പറയുന്നത് ഈ ആശുപത്രിയിലെ രോഗികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവർ ഭക്ഷണം കൊടുക്കട്ടെ, ഡിവൈഎഫ്ഐ ഭക്ഷണം കൊടുക്കട്ടെ. UDFന്റെ സംഘടനകൾക്ക് കഴിയുന്ന മറ്റ് ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, അവർക്ക് അത് ചെയ്തു കൊടുത്താൽ പോരെ? അതല്ലേ നല്ലത്. അല്ലാതെ ആരെങ്കിലും ചെയ്യുന്ന നന്മകളെ തടയുന്നത് ശരിയാണോ? ഡിവൈഎഫ്ഐ ശേഖരിച്ചു കൊണ്ടുവരുന്ന പൊതുച്ചോറുകൾക്ക് ആശുപത്രികളിൽ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ സേവനം അവിടെ ആവശ്യമുണ്ട് എന്നാണ്. പൊതുച്ചോറിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് പകരം ആശുപത്രി ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അവിടെ കൊടുക്കുന്നത് വിതരണം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണനിലവാരം ഒന്ന് ഉയർത്തട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കട്ടെ. അതൊക്കെയല്ലേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ഡിവൈഎഫ്ഐ ഉൾപ്പെടെ എല്ലാ സംഘടനകളെയും ജനങ്ങളെ സഹായിക്കാൻ അനുവദിക്കുക. അവർ സഹായിക്കട്ടെ. ജീവകാരുണ്യത്തിന്റെ വഴിയിൽ രാഷ്ട്രീയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന് ചേരുന്നതല്ല എന്ന് പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ ഓർക്കുന്നത് നന്നായിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ ഈ നടപടിയെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്, ഈ പ്രവർത്തനങ്ങളെയും ഈ നിലപാടുകളെയും ഒക്കെ പഠിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തെ കുറ്റം പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള ഈ UDF സംവിധാനത്തിന് അതേ പാതയാണ് വീണ്ടും പിന്തുടരാൻ തോന്നുന്നുണ്ടെങ്കിൽ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. തിരുത്തുന്നതാണ് നല്ലത്. Different angles. Don't forget to subscribe and support this channel.